Good morning. നമുക്കിന്ന് പ്രോബ്ലംസ് പൈപ്പ്ലൈനകത്തുള്ള പ്രോബ്ലംസ് ആണ് നോക്കുന്നത്. ലാസ്റ്റ് ഡേ നമ്മൾ പൈപ്പ്ലൈൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നൊക്കെ പറഞ്ഞായിരുന്നു അല്ലേ. സോ പൈപ്പ്ലൈൻ പ്രോബ്ലംസ് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം ഇക്വേഷൻസ് ഒക്കെ വെച്ചിട്ട്. സോ പൈപ്പ്ലൈൻ പെർഫോമൻസിൻ്റെ ഇക്വേഷൻ ആണ് ഈ കൊടുത്തിരിക്കുന്നത്. സോ ഫസ്റ്റ് കാണിച്ചിരിക്കുന്നത് നോൺ പൈപ്പ്ലൈൻഡ് ഇൻസ്ട്രക്ഷൻസ് ആണ്. അപ്പോൾ സപ്പോസ് 3 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. പൈപ്പ്ലൈൻ ഇല്ലാതെയാണ് എക്സിക്യൂട്ട് ചെയ്യുന്നതെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തതിന് ശേഷമായിരിക്കും നെക്സ്റ്റ് ഇൻസ്ട്രക്ഷൻ, ദെൻ അതിനുശേഷം അടുത്ത ഇൻസ്ട്രക്ഷൻ, അങ്ങനെയായിരിക്കും പോകുന്നത്. അപ്പോൾ 3 ഇൻസ്ട്രക്ഷൻസ് നമുക്ക് എക്സിക്യൂട്ട് ചെയ്യണം വിത്ത് ഈക്വൽ ഡ്യൂറേഷൻ ഫോർ ഈച്ച് സ്റ്റേജ് ഇൻ ഇൻസ്ട്രക്ഷൻ. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സപ്പോസ് 6 സ്റ്റേജസ് ഉണ്ടായെന്ന് വിചാരിക്കുക. ഓരോ സ്റ്റേജിനും ഈക്വൽ ഡ്യൂറേഷൻ ആണെങ്കിൽ ടോട്ടൽ ടൈം ഫോർ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത്, ഒരു സ്റ്റേജിന് TP ആണ് സെക്കൻഡ്സ് എങ്കിൽ ടോട്ടൽ ഡ്യൂറേഷൻ ഫോർ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ടോട്ടൽ സ്റ്റേജസ് ഇൻറ്റു ടൈം ടേക്കൺ ഫോർ 1 സ്റ്റേജ്. ഓക്കെ, അപ്പോൾ ടോട്ടൽ സ്റ്റേജസ് ഹിയർ എത്രയാ? 6 ആണ്. അപ്പോൾ 6 ഇൻറ്റു TP. ഈ 6 ഇൻറ്റു TP ആണ് TN ആയിട്ട് കൊടുത്തിരിക്കുന്നത്. 6 ഇൻറ്റു TP ആണ് ഹോൾ ടൈം ആയിട്ട്, മൊത്തത്തിലുള്ള ടൈം TN ആയിട്ട് കൊടുത്തിരിക്കുന്നത്. സോ 3 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാൻ എത്ര ടൈം വേണ്ടി വരും? 3 ഇൻറ്റു TN. 3 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് 3 ഇൻറ്റു TN. വേർ TN എന്ന് പറയുന്നത് എന്തെയാണ്? K ഇൻറ്റു TP. വേർ K എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ എ ഇൻസ്ട്രക്ഷൻ. Okay, so for n instructions non-pipelined execution time എന്ന് പറയുന്നത് n into Tn that is equal to n into k into TP. n into k into TP. ഓക്കെ, ഇനി പൈപ്പ്ലൈൻ ഇൻസ്ട്രക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഓരോ സ്റ്റേജിലും ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷനും ഫെച്ചിങ്ങും ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങും. ഇനി എത്ര സ്റ്റേജസ് ആണോ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്, അത്രയും ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പോൾ ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, സപ്പോസ് 6 സ്റ്റേജസ് ആണ് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടതെന്ന് വിചാരിക്കുക. അപ്പോൾ 6 ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. 6 ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും. ഓക്കെ, അപ്പോൾ ഇവിടെ ഞാൻ സ്റ്റേജസ് താഴോട്ടാണ് കാണിച്ചിരിക്കുന്നത്. സോ ഫസ്റ്റ് സ്റ്റേജ് ആണ് ഈ ബ്ലൂ ലൈൻ, അടുത്ത സെക്കൻഡ് സ്റ്റേജ്, തേർഡ് സ്റ്റേജ്, ഫോർത്ത് സ്റ്റേജ്, ഫിഫ്ത്ത് സ്റ്റേജ്, സിക്സ്ത് സ്റ്റേജ്. അപ്പോൾ മൊത്തം 6 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജ് വർക്ക് ചെയ്യും. സെക്കൻഡ് ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ സെക്കൻഡ് സ്റ്റേജും സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജും അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജും ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ സെക്കൻഡ് സ്റ്റേജും. അങ്ങനെ മൊത്തം 6 ക്ലോക്ക് സൈക്കിൾസ് കഴിയുമ്പം ഇവിടെ 6 സ്റ്റേജസ് ആണുള്ളത്. അതുകൊണ്ട് 6 ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പം എത്ര ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്ത് കഴിയും? ഒരു ഇൻസ്ട്രക്ഷൻ, ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ. ആ ഒരു ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ ആണ്. ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്ത് കഴിയും. ഇനി വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സപ്പോസ് ദെയർ ആർ 9 ഇൻസ്ട്രക്ഷൻസ് ഉണ്ടെന്ന് വിചാരിക്കുക. 6th ക്ലോക്ക് സൈക്കിൾ ആകുമ്പോഴത്തേക്ക് എന്ത് ചെയ്യും? ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകും. റിമൈനിങ് എത്ര ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്? 8 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്യാൻ എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണ്ടി വരും? 6 + 9 - 1. കാര്യം ഇനി വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകും. ഓക്കെ, അപ്പോൾ 6ാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഒരു ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകും. ഇനി വരുന്ന ഓരോ ക്ലോക്ക് സൈക്കിളിലും ഓരോ ഇൻസ്ട്രക്ഷൻ. അപ്പോൾ ഇനി റിമൈനിങ് എത്ര ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും? 8 ക്ലോക്ക് സൈക്കിൾ വേണ്ടി വരും. ടോട്ടൽ 9 ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് ടോട്ടൽ ക്ലോക്ക് സൈക്കിൾ ടൈം ഫോർ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് K എന്ന് പറയുന്നത് നമ്പർ ഓഫ് സ്റ്റേജസ് ഇൻ ആൻ ഇൻസ്ട്രക്ഷൻ, K + n - 1. n - 1 എന്ന് പറയുന്നത് n എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യേണ്ടത് ഇൻറ്റു TP എന്ന് പറയുന്നത് എത്രയാ? ഓരോ സ്റ്റേജിനും എടുക്കുന്ന ടൈം. അപ്പോൾ ടോട്ടൽ ക്ലോക്ക് സൈക്കിൾ ടൈം എന്ന് പറഞ്ഞാൽ K + n - 1 ആണ്. ടോട്ടൽ ക്ലോക്ക് സൈക്കിൾ ടൈം ഫോർ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് K + n - 1 ആണ്. ഇനി ഓരോ ഡ്യൂറേഷനും ഓരോ ക്ലോക്ക് സൈക്കിളിലും എത്ര ടൈം വേണ്ടി വരും? TP ടൈം വേണ്ടി വരുമെങ്കിൽ ടോട്ടൽ എക്സിക്യൂഷൻ ടൈം എന്ന് പറയുന്നത് K + n - 1 × TP. സോ എക്സിക്യൂഷൻ റേഷ്യോ അല്ലെങ്കിൽ അതിൻ്റെ സ്പീഡപ്പ് ഫാക്ടർ എന്ന് പറയുന്നത് എത്രയായിരിക്കും? n × k × TP / K + n - 1 × TP. ഓക്കെ, അപ്പോൾ എന്താണ് n × k × TP? അപ്പോൾ സ്പീഡപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ എപ്പോഴും ആലോചിക്കുക നോൺ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം ബൈ പൈപ്പ്ലൈൻഡ് എക്സിക്യൂഷൻ ടൈം, ദാറ്റ് ഇസ് n × k × TP / K + n - 1 × TP. അപ്പോൾ TP ക്യാൻസൽ ആയി പോയി കഴിഞ്ഞാൽ സ്പീഡപ്പ് റേഷ്യോ നമുക്ക് ഈ ഒരു ഇക്വേഷൻ യൂസ് ചെയ്താൽ മതി. n × k / K + n - 1.
ഓക്കെ. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞു കുറേ സ്റ്റേജസിലൂടെയാണ് നമ്മുടെ പൈപ്പ് ലൈൻ കടന്നു പോകുന്നത്. സോ അപ്പം ചില കേസസിൽ പൈപ്പ് ലൈൻ സ്റ്റേജിൻ്റെ ടൈം ഈക്വൽ ഡ്യൂറേഷൻ ആയിരിക്കണം എന്നില്ല, അതായത് ഡിഫറൻറ്റ് ഡ്യൂറേഷൻ വരാം. അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ ഓരോ സ്റ്റേജും എടുത്തിട്ട് അതിനകത്ത് മാക്സിമം എത്രയാണോ ടൈം വരുന്നത് അതായിരിക്കും പൈപ്പ് ലൈനിന് വേണ്ടി വരുന്ന ടൈം. മാക്സിമം ടൈം ഒരു സ്റ്റേജിന് എത്രയാണോ വേണ്ടി വരുന്നത്, ഓരോ സ്റ്റേജ് എടുക്കുക, അതിൽ മാക്സിമം ഏത് സ്റ്റേജിനാണോ ടൈം വേണ്ടി വരുന്നത് ആ ടൈമാണ് നമ്മൾ സ്റ്റേജ് ഡിലേ അല്ലെങ്കിൽ ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പം ടോ അതുകൊണ്ടാണ് ഇവിടെ ടോ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. TPയും TNനും അല്ല, ടോ എന്ന് പറയുന്നത് ഓരോ സ്റ്റേജിലും എടുക്കുന്ന ടൈം യൂസ് ചെയ്യുക, അതിനകത്ത് മാക്സിമം ഏതിനാണോ വരുന്നത് ആ ടൈം ആയിരിക്കും നമ്മൾ ടോ ആയിട്ട് കൺസിഡർ ചെയ്യുക ഫോർ പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷൻ. അതുപോലെ നോൺ പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷൻ എങ്ങനെയായിരിക്കും? എല്ലാ ഇൻസ്ട്രക്ഷൻ്റെയും അല്ലെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള എത്ര സ്റ്റേജസ് ഉണ്ടോ ആ സ്റ്റേജസിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ സം വാല്യൂ ആയിരിക്കും നോൺ പൈപ്പ് ലൈൻഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇവിടുത്തെ n × k × ടോ ബൈ k + n - 1 × ടോ. അപ്പോൾ ഇവിടുത്തെ ടോ എന്ന് പറയുന്നത് k + n - 1 × ടോ എന്ന് പറയുന്നത് ആ പൈപ്പ് ലൈൻ അകത്തുള്ള എല്ലാ സ്റ്റേജസും കൺസിഡർ ചെയ്യുക, അതിനകത്ത് മാക്സിമം ടൈം ഏതിനാണോ വരുന്നത് ആ ടോ ആയിരിക്കും. ഇനി മുകളിൽ വരുന്ന ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? n × k × ടോ എന്ന് പറയുന്നത് എന്തായിരിക്കും? ആ ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള, അപ്പോൾ പൈപ്പ് ലൈൻ അവിടെ ഇല്ല, ഒരു ഇൻസ്ട്രക്ഷൻ ആവശ്യമായിട്ടുള്ള എത്ര സ്റ്റേജസ് ഉണ്ടോ ആ സ്റ്റേജസിൻ്റെ എല്ലാത്തിൻ്റെ ടൈം കൂടി ആഡ് ചെയ്ത് വരുന്നതായിരിക്കും മുകളിൽ പറഞ്ഞിരിക്കുന്ന ടോ. ഓക്കെ. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അസ്യൂം ദാറ്റ് ദർ ഈസ് ഓൺലി 1 2-stage pipeline fetch and execute. Draw the diagram to show how many time units are now needed for 4 instructions. അപ്പോൾ ഇവിടെ ഹിയർ നമുക്ക് n വ്യക്തമാണ്. എത്ര ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ട് ചെയ്യാനുള്ളത്? n എന്ന് പറയുന്നത് 4 ആണ്. എത്ര സ്റ്റേജസ് ആ ഉള്ളത്? k എന്ന് പറയുന്നത് എത്രയാണ്? 2. അപ്പോൾ k is equal to 2, n is equal to 4. അപ്പം നമുക്ക് എന്താ വേണ്ടത്? ടൈമിംഗ് ഡയഗ്രാം വരച്ച് എന്ത് കണ്ടുപിടിക്കണം? എത്ര ടൈം യൂണിറ്റ്സ് വേണം എന്നുള്ളത് കണ്ടുപിടിക്കുക. അപ്പം ടൈമിംഗ് ഡയഗ്രാം ഇല്ല എങ്കിലും നമുക്ക് ടൈം യൂണിറ്റ്സ് കണ്ടുപിടിക്കാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻ ഉണ്ട്. എത്രയാണ്? k + n - 1. കാര്യം പൈപ്പ് ലൈൻ ചോദിച്ചിട്ടുണ്ട്, 2-stage പൈപ്പ് ലൈൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം k + n - 1, വേർ k എത്രയാണ്? 2, n എന്ന് പറയുന്നത് 4 ആണ്. അപ്പം 2 + 4 - 1 which is equal to 5. ശരിക്കും പറഞ്ഞാൽ നമുക്ക് 5 ടൈം യൂണിറ്റ്സ് ആണ് ഇതിനകത്ത് ഈ 4 ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി വേണ്ടത്. അപ്പം ഇത് ഡയഗ്രാം വെച്ചാണ് നമ്മൾ കാണിക്കേണ്ടത്. ഓക്കെ. അപ്പം ഇൻസ്ട്രക്ഷൻ 1, ഇൻസ്ട്രക്ഷൻ 2, ഇൻസ്ട്രക്ഷൻ 3, ഇൻസ്ട്രക്ഷൻ 4, 4 ഇൻസ്ട്രക്ഷൻസ് ആണുള്ളത്. ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യാൻ 2 സ്റ്റേജസ് ഉണ്ട്. അപ്പം ഫെച്ചും എക്സിക്യൂട്ടും 2 എണ്ണമാണുള്ളത്, ഫെച്ചും എക്സിക്യൂട്ടും. സോ ഫസ്റ്റ് ക്ലോക്ക് സൈക്കിളിൽ ഒന്നാമത്തെ ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ച് വർക്ക് ചെയ്യും. രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ പൈപ്പ് ലൈൻ ആയതുകൊണ്ട് രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനും വർക്ക് ചെയ്യും, സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചും വർക്ക് ചെയ്യും. അപ്പോൾ രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോൾ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ എന്ത് ചെയ്യും? സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷനും വർക്ക് ചെയ്യും, തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ ഫെച്ചും വർക്ക് ചെയ്യും. നാലാമത്തെ അപ്പം സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. സോ നാലാമത്തെ ക്ലോക്ക് സൈക്കിൾ ആകുമ്പോൾ തേർഡ് ഇൻസ്ട്രക്ഷൻ്റെ എക്സിക്യൂഷൻ നടക്കും, അതുപോലെ തന്നെ ഫോർത്ത് ഇൻസ്ട്രക്ഷൻ ഫെച്ചും നടക്കും. ഓക്കെ. അപ്പോൾ നാലാമത്തെ ക്ലോക്ക് സൈക്കിൾ ആയപ്പോൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആയി. ഇനി അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഇനി എന്തേ ഉള്ളൂ? ഇൻസ്ട്രക്ഷൻ 4ൻ്റെ എക്സിക്യൂഷൻ മാത്രമേ ഉള്ളൂ. സോ ടോട്ടൽ ടൈം യൂണിറ്റ്സ് എന്ന് പറയുന്നത് 5 ടൈം യൂണിറ്റ്സ് ആണ്. ഇത് നമുക്ക് ഡയഗ്രാം വരച്ച് ഇതുപോലെ കാണിക്കാൻ പറ്റും. ഇല്ലെന്നുണ്ടെങ്കിൽ ഇക്വേഷനകത്ത് നമുക്ക് k is equal to 2ഉം n is equal to 4ഉം കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ സൈക്കിൾ ടൈം 5 നമുക്ക് കിട്ടും. ഓക്കെ. അപ്പോൾ ഡ്രോ ആണ് പറഞ്ഞിരിക്കുന്നത്, അതുകൊണ്ട് ഡ്രോ ചെയ്യണം. അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അസ്യൂം എ പൈപ്പ് ലൈൻ വിത്ത് 4 സ്റ്റേജസ്, ഫെച്ച് ഇൻസ്ട്രക്ഷൻ, ഡീകോഡ് ഇൻസ്ട്രക്ഷൻ, അഡ്രസ് കാൽക്കുലേഷനും കൂടെ ചേർത്തിട്ട് ഒരു സ്റ്റേജ് ഫെച്ച്, ഓപ്പറാൻഡ് ആൻഡ് എക്സിക്യൂട്ട്. 4 സ്റ്റേജസ് ആണുള്ളത്. FI, DA, FO and EX. Draw a diagram for a sequence of 7 instructions in which third instruction is a branch that is taken and in which there are no data dependencies. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് ഇതാണ്. ടൈമിംഗ് ഡയഗ്രാം വരയ്ക്കാൻ തന്നെയാണ്, പക്ഷേ ഇതിൻ്റെ പ്രത്യേകത മൊത്തം 7 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞേക്കുവാണ്. സോ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആകുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കേണ്ട കാര്യം ആ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ബ്രാഞ്ച് ആണ്. അപ്പോൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫുൾ എക്സിക്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷന് ശേഷം ഏത് ഇൻസ്ട്രക്ഷനാണ് എക്സിക്യൂട്ട് ചെയ്യേണ്ടതെന്ന്. ഓക്കെ. പക്ഷേ എന്താ സംഭവം? നമ്മൾ പൈപ്പ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. പൈപ്പ് ലൈൻ യൂസ് ചെയ്യുമ്പോൾ ഇവിടെ പ്രത്യേകത, നമ്മൾ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്ത് ഓപ്പറാൻഡ് ഒക്കെ ഫെച്ച് ചെയ്ത് വരുന്ന സമയത്തെല്ലാം നാലാമത്തെയും അഞ്ചാമത്തെയും ആറാമത്തെയും ഒക്കെ ഇൻസ്ട്രക്ഷൻസ് നമ്മൾ എന്ത് ചെയ്യാൻ തുടങ്ങും? ഓരോ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട്
തുടങ്ങും, റൺ ചെയ്യാൻ തുടങ്ങും. ഓക്കെ, അപ്പം നമുക്ക് അറിയാൻ പറ്റില്ല ഈ ഇൻസ്ട്രക്ഷൻസ് ഒക്കെ, അതായത് ഇൻസ്ട്രക്ഷൻ 4ഉം 5ഉം 6ഉം ഒക്കെ വേണോ വേണ്ടയോ എന്നുള്ളത് ഇൻസ്ട്രക്ഷൻ 3 കംപ്ലീറ്റ് ആയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാര്യം എന്താ, ഇൻസ്ട്രക്ഷൻ 3 ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണെന്ന് ഫൈനൽ സ്റ്റേജിലേ നമുക്ക് അറിയാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. ഇൻസ്ട്രക്ഷൻ ഒന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഫെച്ച് നടന്നു, രണ്ടാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷനെ ഡീകോഡ് ചെയ്തു, അപ്പം സെക്കൻഡ് ഇൻസ്ട്രക്ഷൻ വന്നു. അതുപോലെ മൂന്നാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഫസ്റ്റ് ഇൻസ്ട്രക്ഷന്റെ ഫെച്ച് ഓപ്പറാൻഡ് വന്നു, സെക്കൻഡ് ഇൻസ്ട്രക്ഷന്റെ ഡീകോഡ് വന്നു, തേർഡ് ഇൻസ്ട്രക്ഷൻ ഫെച്ച് ചെയ്തു. ഓക്കെ, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ സ്വാഭാവികമായിട്ടും പൈപ്പ് ലൈൻ ആയതുകൊണ്ട് എന്ത് സംഭവിക്കും, അടുത്ത ക്ലോക്ക് സൈക്കിളിൽ നാലാമത്തെ ഇൻസ്ട്രക്ഷൻ വരും, അഞ്ചാമത്തെ ക്ലോക്ക് സൈക്കിളിൽ അഞ്ചാമത്തെ ഇൻസ്ട്രക്ഷൻ വരും, ആറാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ആറാമത്തെ ഇൻസ്ട്രക്ഷൻ വരും. ഓക്കെ, അപ്പം ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും പൈപ്പ് ലൈൻ ആയതുകൊണ്ട്. പക്ഷേ മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ 4 സ്റ്റേജ് കംപ്ലീറ്റ് ചെയ്യുമ്പോഴാണ് മനസ്സിലാകുന്നത് ഇനി ചെയ്യേണ്ടത് നാലാമത്തെ ഇൻസ്ട്രക്ഷൻ അല്ലായിരുന്നു എന്നുള്ളത്. ഓക്കെ, അപ്പം അത് ഇൻസ്ട്രക്ഷൻ 3 തീരുന്നത് എപ്പോഴാണ്, ആറാമത്തെ ക്ലോക്ക് സൈക്കിളിലാണ്. ഈ ക്ലോക്ക് സൈക്കിൾ കഴിയുമ്പോഴേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ ഇൻസ്ട്രക്ഷൻ 4ഉം 5ഉം 6ഉം അല്ലെങ്കിൽ റിമൈനിങ് ഏതെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും വേണ്ടായിരുന്നു എന്ന്. പക്ഷേ ഇവിടെ ആകെ നമുക്ക് ഏതൊക്കെയേ വന്നിട്ടുള്ളൂ, 4ഉം 5ഉം 6ഉം മാത്രമേ വന്നിട്ടുള്ളൂ. ആറാമത്തെ ക്ലോക്ക് സൈക്കിൾ വരെ 4ഉം 5ഉം 6ഉം മാത്രമേ പൈപ്പ് ലൈനകത്ത് വന്നിട്ടുള്ളൂ. സോ ഈ ഇൻസ്ട്രക്ഷൻസ് 4ഉം 5ഉം 6ഉം ശരിക്കും പറഞ്ഞാൽ ഈ പൈപ്പ് ലൈൻ ഇപ്പം ആവശ്യമില്ലാത്തതാണ്. അതായത് ഇതിനെ അങ്ങ് നമ്മൾ ക്ലിയർ ചെയ്യണം. ഓക്കെ, അപ്പൊ ഏഴാമത്തെ ക്ലോക്ക് സൈക്കിളിൽ ഇനി നമുക്ക് എന്തായിരിക്കും അപ്പൊ എക്സിക്യൂട്ട് ചെയ്യേണ്ടത്, വരേണ്ടത് ഇൻസ്ട്രക്ഷൻ ഏതായിരിക്കും, ഈ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനിൽ പറയുന്ന ടാർഗറ്റ് ഇൻസ്ട്രക്ഷൻ ഏതാണോ, അതായത് ഏത് ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനാണ് ബ്രാഞ്ച് ഇൻസ്ട്രക്ഷനകത്ത് പറയുന്നത് അതായിരിക്കും നമ്മൾ ഇവിടെ ഫെച്ച് ചെയ്യുന്നത് ഏഴാമത്തെ ക്ലോക്ക് സൈക്കിളിൽ. സപ്പോസ് അത് 115 ആണെന്ന് വിചാരിക്കാം. അപ്പൊ ഇവിടെ ഏത് ഇൻസ്ട്രക്ഷൻ ആണെന്ന് പറഞ്ഞിട്ടില്ല, അതുകൊണ്ട് നമ്മൾ 115 എന്നോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻസ്ട്രക്ഷൻ നമ്പർ കൊടുക്കുക. അതായിരിക്കും നമ്മൾ ഫെച്ച് ചെയ്യുക ഏഴാമത്തെ ക്ലോക്ക് സൈക്കിളിൽ. കാര്യം എന്താ, ഈ 4ലും 5ലും 6ലും നമ്മൾ ഫെച്ച് ചെയ്ത് ഡീകോഡ് ചെയ്തൊക്കെ വെച്ചിരിക്കുന്ന ഇൻസ്ട്രക്ഷൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമില്ലാത്തതാണ്. ഈ ഓർഡർ അനുസരിച്ച് മൂന്നാമത്തെ ഇൻസ്ട്രക്ഷൻ കഴിഞ്ഞാൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ പ്രകാരം വേറെ ഏതോ ഒരു ഇൻസ്ട്രക്ഷൻ ആയിരുന്നു വരേണ്ടത്. അപ്പൊ ഇത് മൂന്നും വേണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഡയഗ്രാം. ഓക്കെ, so next question, consider an instruction pipeline with 4 stages with stage delays 5 nanoseconds, 6 nanoseconds, 11 nanoseconds and 8 nanoseconds respectively. The delay of an interstage register stage of the pipeline is 1 nanoseconds. What is the approximate speed up of the pipeline in the steady state under ideal conditions as compared to the corresponding non-pipeline? അപ്പോൾ സ്പീഡ് അപ്പ് ഫാക്ടർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നോൺ പൈപ്പ്ലൈൻ്റെയും പൈപ്പ്ലൈൻ്റെയും. അപ്പോൾ ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് 4 സ്റ്റേജസ് ഉണ്ട്. ഈ 4 സ്റ്റേജസിന്റെ ഓരോ സ്റ്റേജിന്റെയും ഡിലേ എത്രയാണ് കൊടുത്തിരിക്കുന്നത്, ഒന്നിന് 5 നാനോ സെക്കൻഡ്സ്, ഒന്നിന് 6 നാനോ സെക്കൻഡ്സ്, ഒന്നിന് 11 നാനോ സെക്കൻഡ്സ്, ഒന്നിന് 8 നാനോ സെക്കൻഡ്സ് ആണ്. അതുപോലെ തന്നെ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ എടുക്കുന്ന മാക്സിമം ഡിലേ ടൈം എത്രയാണ്, 1 നാനോ സെക്കൻഡ്സ് ആണ്. അപ്പൊ ഇവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നോൺ പൈപ്പ് ലൈനിന് എത്ര ടൈം വേണ്ടി വരും, പൈപ്പ് ലൈനിന് എത്ര ടൈം വേണ്ടി വരും എന്നുള്ളത്. ഓക്കെ, നോൺ പൈപ്പ് ലൈൻ ആണെങ്കിൽ എന്ത് വേണ്ടി വരും, 5 നാനോ സെക്കൻഡ്സ് വേണം, അടുത്ത സ്റ്റേജിന് 6 നാനോ സെക്കൻഡ്സ് വേണം, അടുത്ത സ്റ്റേജിന് 11 നാനോ സെക്കൻഡ്സ് വേണം, അടുത്ത സ്റ്റേജിന് 8 നാനോ സെക്കൻഡ്സ് വേണം. എല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ടൈം വേണം. പ്ലസ് എന്ത് ചെയ്യണം, 1 നാനോ സെക്കൻഡ്സ് നമ്മൾ ഡിലേ ഇവിടെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ല. കാര്യം എന്താണ്, പൈപ്പ് ലൈന് വേണ്ടിയിട്ടാണ് ആ ഒരു ഡിലേ വരുന്നത്. നോൺ പൈപ്പ് ലൈന് ആ ഡിലേയുടെ ആവശ്യമില്ല. ഓക്കെ, അപ്പൊ ഇവിടെ ടോട്ടൽ ടൈം എന്താണ്, ടോട്ടൽ ടൈം ഫോർ നോൺ പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷൻ എന്ന് പറയുന്നത് ഫോർ 1 ഇൻസ്ട്രക്ഷൻ, നോൺ പൈപ്പ് ലൈൻഡ് ഇൻസ്ട്രക്ഷൻ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള ടോട്ടൽ ടൈം എന്ന് പറയുന്നത് എത്രയായിരിക്കും, 5 + 6 + 11 + 8 ആയിരിക്കും. ഓക്കെ, ഇനി പൈപ്പ് ലൈൻ ആണെങ്കിലോ, പൈപ്പ് ലൈൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഓരോ സ്റ്റേജിൻ്റെയും ടൈം എടുത്ത് നമ്മൾ ആഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ മൊത്തം സ്റ്റേജസിനകത്ത് ഏതിനാണോ മാക്സിമം ടൈം എടുക്കേണ്ടത് അതും കൺസിഡർ ചെയ്യുക. അതുപോലെ തന്നെ പൈപ്പ് ലൈനിന് ഡിലേ വരുന്ന, അതായത് ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ എടുക്കുന്ന ഡിലേയും കൂടെ കൺസിഡർ ചെയ്യുക. അത്രയും മാത്രമേ വരത്തുള്ളൂ. ഓക്കെ, അപ്പൊ നോൺ പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷൻ ടൈം ഫോർ 1 ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ടു ടൈം ടേക്കൺ ടു എക്സിക്യൂട്ട്, ഇതിവിടെ എന്നാണ് കൊടുത്തിരിക്കുന്നത്, 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാനുള്ള നോൺ പൈപ്പ് ലൈൻഡ് ടൈം എന്ന് പറയുന്നത് 5 + 6 + 11 + 8 ആണ്. അപ്പൊ n ഇൻസ്ട്രക്ഷൻസ് ആകുമ്പോൾ ഇൻറ്റു n വരും. ഓക്കെ, അപ്പൊ ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ എടുക്കുന്ന സൈക്കിൾ ടൈം എത്രയാണ് നോൺ പൈപ്പ് ലൈനിൽ, 30 ആണ്. ഓക്കെ, 30 ആണ്. അതുപോലെ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ഇൻ പൈപ്പ് ലൈൻഡ്, പൈപ്പ് ലൈനകത്ത് എടുക്കുന്ന ടൈം എത്രയാണ്, എന്താ എടുക്കുക, 5, 6, 11, 8 ഈ എല്ലാ സ്റ്റേജസിന്റെയും ടൈം എടുത്ത് ഇതിന്റെ മാക്സിമം ടൈം നമ്മൾ കൺസിഡർ ചെയ്യണം. അത് എത്രയാണ്, 11 ആണ്, +1 അപ്പൊ 12, അതായത്
പൈപ്പ്ലൈൻ എക്സിക്യൂഷൻ ഫോർ 1 ഇൻസ്ട്രക്ഷൻ എക്സിക്യൂഷൻ ആണെങ്കിൽ 12 സൈക്കിൾസ് വേണ്ടി വരും, 12 നാനോ സെക്കൻഡ്സ് വേണ്ടി വരും സൈക്കിൾ ടൈം. പക്ഷേ നോൺ പൈപ്പിലാണെങ്കിൽ 30 നാനോ സെക്കൻഡ്സ് വരും. അപ്പം നമ്മൾ ഇതിൻ്റെ ഒരു സ്പീഡ് അപ്പ് അപ്രോക്സിമേറ്റ്ലി നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പം 30/12 എന്ന് എടുത്താൽ മതി. 30/12, അതായത് ശരിക്കും പറഞ്ഞാൽ നോർമൽ ഇക്വേഷൻ അനുസരിച്ച് 30 × n വരും. 30 × n ഇൻസ്ട്രക്ഷൻസ് ആണെങ്കിൽ n വരും, ബൈ 4 + n-1 × ടൈം യൂണിറ്റ്സ് വരും. അപ്പോൾ ഇതിനെ നമ്മൾ മൊത്തത്തിൽ അപ്രോക്സിമേറ്റ്ലി 12 ആയിട്ട് കൺസിഡർ ചെയ്യുവാണെങ്കിൽ 30n/12 അപ്രോക്സിമേറ്റ് കാൽക്കുലേഷൻ മാത്രമേ പറ്റത്തുള്ളൂ. കാര്യം എന്നിന്റെ വാല്യൂ തന്നിട്ടില്ല, അതുകൊണ്ടാണ്. ഓക്കെ. So next question, a pipelined processor has a clock rate of 2.5 GHz and executes a program with 1.5 million instructions. The pipeline has 5 stages and instructions are issued at a rate of 1 per clock cycle. Ignore penalties due to branch instructions, out of sequence executions. അപ്പോൾ branch instructions ഇല്ല, out of sequence executions ഒന്നുമില്ല, 1 by 1 ആയിട്ട് എക്സിക്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന നോർമൽ ഓർഡർ തന്നെയാണ്. ഇതിനകത്ത് സ്പീഡ് അപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. ഓക്കെ, അപ്പോൾ സ്പീഡ് അപ്പ് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് നമ്മൾ കമ്പയർ ചെയ്യുക? നോൺ പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷനും എടുക്കുക, പൈപ്പ് ലൈൻഡ് എക്സിക്യൂഷനും എടുക്കുക. സോ ഇവിടെ നമുക്ക് എന്നും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. എൻ എത്രയാണ്? 1.5 മില്യൺ ഇൻസ്ട്രക്ഷൻസ്. n is equal to 1.5 മില്യൺ ആണ്, 1.5 മില്യൺ ആണ്. ആൻഡ് വാട്ട് ഇസ് ദ കെ എന്ന് പറയുന്നത് എത്രയാണ്? k is equal to 5 സ്റ്റേജസ് ആണുള്ളത്. അപ്പോൾ എന്നും തന്നിട്ടുണ്ട്, കെയും തന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. എങ്ങനെ കണ്ടുപിടിച്ചാൽ മതി? സ്പീഡ് അപ്പ് ഫാക്ടർ s is equal to n × k / k + n-1 അല്ലേ? n × k / k + n-1, എന്നും കെയും ഒക്കെ തന്നിട്ടുണ്ട്. ഓക്കെ, സോ ക്ലോക്ക് റേറ്റ് തന്നിട്ടുണ്ട് 2.5 GHz ആണ്, ദാറ്റ് ഇസ് 2.5 × 10⁻9 ആണ്. ഓക്കെ, അതുപോലെ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട് 1 മില്യൺ ആണ്, ദാറ്റ് ഇസ് 1 മില്യൺ is equal to 10⁻6. 1.5 മില്യൺ ആണെങ്കിൽ 1.5 × 10⁻6 ആണ്. നമ്പർ ഓഫ് സ്റ്റേജസ് തന്നിട്ടുണ്ട്, വിച്ച് ഇസ് k is equal to 5 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ സ്പീഡ് അപ്പ് ഫാക്ടർ എങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക? n × k × τ / k + n-1. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ടൈം യൂണിറ്റ്സ് ഈക്വൽ ആണ് എടുത്തിരിക്കുന്നതെങ്കിൽ അതങ്ങ് ക്യാൻസൽ ചെയ്ത് പോകും. ശരിക്കും പറഞ്ഞാൽ ഇക്വേഷൻ എന്താണ്? n × k / k + n-1. അപ്പോൾ ഈ കെയുടെ വാല്യൂ എന്നിന്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്കൊരു സ്പീഡ് അപ്പ് ഫാക്ടർ കിട്ടും. ഓക്കെ, then അടുത്തത്, consider a pipeline having 4 phases with a duration 60, 50, 90 and 80 nanoseconds. Given a latch delay is 10. Calculate pipeline cycle time, non-pipeline execution time, speed up ratio, pipeline time for 1000 task, sequential time for 1000 task, throughput. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം. n തന്നിട്ടുണ്ട്, k തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ എത്രയാണ്? പൈപ്പ് ലൈൻ വിത്ത് 4 phases, 4 സ്റ്റേജസ് ആണുള്ളത്. ഓരോ ഫേസിന്റെയും ടൈം യൂണിറ്റ്സ് തന്നിട്ടുണ്ട്. അതുപോലെ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് എടുക്കുന്ന ടൈം ഡിലേയും തന്നിട്ടുണ്ട്, വിച്ച് ഇസ് 10. ഓക്കെ, അപ്പം നമുക്കിനി ഓരോന്നായിട്ട് കാൽക്കുലേറ്റ് ചെയ്യാം. ഹിയർ 4 സ്റ്റേജ് പൈപ്പ് ലൈൻ ആണ് യൂസ് ചെയ്യുന്നത്. ഡിലേ ഓഫ് സ്റ്റേജസ് എന്ന് പറയുന്നത് 60, 50, 90, 80 നാനോ സെക്കൻഡ്സ് ആണ്. ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് പോകാൻ എടുക്കുന്ന ടൈം 10 നാനോ സെക്കൻഡ്സ് ആണ്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം. പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം, സൈക്കിൾ ടൈം എങ്ങനെയാണ് പൈപ്പ് ലൈനകത്ത് കാൽക്കുലേറ്റ് ചെയ്യുക? ഓരോ സ്റ്റേജിന്റെയും ടൈം എടുത്തിട്ട് അതിനകത്ത് മാക്സിമം വരുന്ന ടൈം എത്രയാണെന്ന് നോക്കും, പിന്നെ ഡിലേയും കൂടെ നോക്കും. അപ്പോൾ മാക്സ് ഓഫ് 60, 50, 90, 80 പ്ലസ് ഡിലേ ഇൻ 1 ട്രാൻസിഷൻ എടുക്കുന്ന ടൈം 10 നാനോ സെക്കൻഡ്സ്. അപ്പോൾ മാക്സിമം ടൈം എത്രയാണ്? 90 നാനോ സെക്കൻഡ്സ് ആണ് നമ്മൾ ഒരു പർട്ടിക്കുലർ ഇൻസ്ട്രക്ഷന് വേണ്ടി വരുന്ന സ്റ്റേജ് ഡിലേ എന്ന് പറയുന്നത്. അതുപോലെ ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ട് പോകാനായിട്ട് 10 നാനോ സെക്കൻഡ്സ്. ടോട്ടൽ സൈക്കിൾ ടൈം ഫോർ പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് 100 നാനോ സെക്കൻഡ്സ് ആണ്. ടോട്ടൽ സൈക്കിൾ ടൈം പൈപ്പ് ലൈൻ എന്ന് പറയുന്നത് 100 നാനോ സെക്കൻഡ്സ് ആണ്. സെയിം തന്നെ നമ്മൾ നോൺ പൈപ്പ് ലൈനകത്താണ് യൂസ് ചെയ്യുന്നതെങ്കിലോ ഓരോ സ്റ്റേജിനുമുള്ള ടൈം നമ്മൾ ആഡ് ചെയ്തെടുക്കണം. അതിനകത്ത് ഒരു സ്റ്റേജിൽ നിന്നും അടുത്ത സ്റ്റേജിലോട്ടുള്ള ഡിലേ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. കാര്യം അത് പൈപ്പ് ലൈൻ അല്ല, സീക്വൻഷ്യലാണ്, നോൺ പൈപ്പ് ലൈൻ ആണ്. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? ജസ്റ്റ് ഓരോ ഫേസിൻ്റെയും ടൈം എടുത്തിട്ട് നമ്മൾ ആഡ് ചെയ്താൽ മതി. അപ്പം നോൺ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ടൈം ആണെങ്കിൽ 280 നാനോ സെക്കൻഡ്സ് വരും. പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ടൈം ആണെങ്കിൽ ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളതാണ് ഈ പറയുന്നത്. പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം ആണെങ്കിൽ 100 നാനോ സെക്കൻഡ്സേ വരത്തുള്ളൂ. അപ്പം നമ്മുടെ സ്പീഡപ്പ് റേഷ്യോ നമുക്ക് എങ്ങനെ എടുക്കാൻ പറ്റും? ഇവിടെ വെച്ച് തന്നെ നമുക്ക് സ്പീഡപ്പ് റേഷ്യോ കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. നോൺ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ടൈം ബൈ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ടൈം, ദാറ്റ് ഇസ് 280 നാനോ സെക്കൻഡ്സ് ബൈ
100 nanoseconds. Okay, which is equal to 2.8 ആണ് സ്പീഡ് അപ്പ് റേഷ്യോ. ഓക്കെ, അപ്പോൾ പൈപ്പ് ലൈൻ സൈക്കിൾ ടൈം കിട്ടി, നോൺ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ ടൈം കിട്ടി, സ്പീഡ് അപ്പ് റേഷ്യോ കിട്ടി. ഇനി എന്താ വേണ്ടത്? പൈപ്പ് ലൈൻ ടൈം ഫോർ 1000 ടാസ്ക്. അപ്പോൾ ഇവിടെ എന്നിന്റെ വാല്യൂ കൂടെ തന്നിട്ടുണ്ട്. n is equal to 1000. അപ്പോൾ നമ്മൾ എന്ത് ചെയ്താൽ മതി? n into k into clock cycle time for non-pipeline by k plus n minus 1 into clock cycle time for pipeline. ഇത് കണ്ടുപിടിച്ചാൽ മതി അല്ലേ? സോ അത് കണ്ടുപിടിക്കാൻ ഹിയർ n is equal to 1000, k is equal to 4. ഓക്കെ, അപ്പം നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കുക? 1 into 4 ക്ലോക്ക് സൈക്കിൾസ് പ്ലസ് 999. അതായത് ഒരു ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകാൻ എത്ര ക്ലോക്ക് സൈക്കിൾസ് വേണം? 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. ഒരു ഇൻസ്ട്രക്ഷൻ ഫസ്റ്റ് ഇൻസ്ട്രക്ഷൻ കംപ്ലീറ്റ് ആകാൻ 4 ക്ലോക്ക് സൈക്കിൾസ് വേണം. റിമൈനിങ് 999 ഇൻസ്ട്രക്ഷൻസ് കംപ്ലീറ്റ് ആകാൻ റിമൈനിങ് 999 ക്ലോക്ക് സൈക്കിൾസ് വേണം അല്ലേ? അപ്പം ടോട്ടൽ ക്ലോക്ക് സൈക്കിൾ ടൈം എത്രയാണ്? 4 into സൈക്കിൾ ടൈം പ്ലസ് 999 into സൈക്കിൾ ടൈം. സൈക്കിൾ ടൈം എത്രയാണ്? പൈപ്പ് ലൈനകത്ത് 100. അപ്പോൾ 4 into 100 നാനോസെക്കൻഡ്സ് പ്ലസ് 999 into 100 നാനോസെക്കൻഡ്സ്. അപ്പോൾ ഇത് നമുക്ക് ഇക്വേഷനിൽ നേരിട്ടിട്ട് കഴിഞ്ഞാൽ എങ്ങനെ കിട്ടും? 4 plus n minus 1 into സൈക്കിൾ ടൈം. 4 എത്രയാണ്? k plus n minus 1 into ടോട്ടൽ സൈക്കിൾ ടൈം ഫോർ പൈപ്പ് ലൈൻ. അപ്പോൾ എത്ര വരും? 4 plus n minus 1 എത്രയാണ്? 999. അപ്പോൾ 4 plus 999 into 100 നാനോസെക്കൻഡ്സ്. അതാണ് ഈ ഇക്വേഷനിൽ ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ ഓരോ സ്റ്റെപ്പ് എഴുതി ചെയ്താലും ഈ വാല്യൂ ആയിരിക്കും നമുക്ക് വരുന്നത്. ഓക്കെ, ഇനി ഇതാണ് 1000 ടാസ്ക് എക്സിക്യൂട്ട് ചെയ്യാനുള്ള പൈപ്പ് ലൈൻ ടൈം. ഇനി അത് തന്നെ 1000 ടാസ്ക് നമുക്ക് സീക്വൻഷ്യൽ ടൈം ആണെങ്കിലോ 1000 into ടൈം ടേക്കൺ ഫോർ 1 ടാസ്ക്. ഒരു ഇൻസ്ട്രക്ഷൻ എക്സിക്യൂട്ട് ചെയ്യാൻ നമുക്ക് എത്രയാണ് വേണ്ടത്? 280. അതായത് എല്ലാ സ്റ്റേജസിന്റെയും ടൈമും കൂടെ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ 1000 into 280 ആണ് നമ്മുടെ സീക്വൻഷ്യൽ ടൈം ഫോർ 1000 ടാസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ n is equal to 1000. പിന്നെ അവിടുത്തെ ടൈം ഡിലേ എത്രയാണ്? 280 നാനോസെക്കൻഡ്സ് ആണ് ഒരു ഇൻസ്ട്രക്ഷന് വേണ്ടിയിട്ടുള്ളത്. അപ്പോൾ 1000 into 280. ഓക്കെ, ഇനി ത്രൂപുട്ട് എന്ന് പറയുന്നത് എന്താണ്? ത്രൂപുട്ട് എന്ന് പറയുന്നത് ത്രൂപുട്ട് ഫോർ പൈപ്പ് ലൈൻ എക്സിക്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് പെർ യൂണിറ്റ് ടൈം ആണ്. എത്ര ഇൻസ്ട്രക്ഷൻസ് ആണ് നമ്മൾ യൂണിറ്റ് ടൈമിൽ എക്സിക്യൂട്ട് ചെയ്യുക, അതാണ് നമ്മുടെ ത്രൂപുട്ട് എന്ന് പറയുന്നത്. ത്രൂപുട്ടിന്റെ ഡെഫിനിഷൻ ഇതാണ്, നമ്പർ ഓഫ് ഇൻസ്ട്രക്ഷൻസ് എക്സിക്യൂട്ടഡ് പെർ യൂണിറ്റ് ടൈം. അപ്പം നമ്മൾ എന്ത് ചെയ്താൽ മതി? എത്ര ഇൻസ്ട്രക്ഷൻസ് ആണ് നമുക്കുള്ളത്? 1000 ടാസ്ക് നമ്മൾ എത്ര ടൈമിൽ ചെയ്യുന്നുണ്ട്? 1000 ടാസ്ക് നമ്മൾ എന്താണ് 100,300 നാനോസെക്കൻഡ്സിൽ ചെയ്യുന്നു. അപ്പോൾ ആ പെർ യൂണിറ്റ് ടൈം കിട്ടാൻ വേണ്ടിയിട്ട് അത് വെച്ചങ്ങ് ഡിവൈഡ് ചെയ്താലും മതി. ഇതാണ് ത്രൂപുട്ട്. ഓക്കെ, അപ്പം നിങ്ങൾ ഹോംവർക്കായിട്ട് ചെയ്യേണ്ട 2 ക്വസ്റ്റ്യൻസ് ഇതൊക്കെയാണ്. അസ്യൂം എ പൈപ്പ് ലൈൻ വിത്ത് 4 സ്റ്റേജസ്, 4 സ്റ്റേജസ് ഉണ്ട്. ഇനി അതിനകത്ത് എന്താ വേണ്ടേ? ഡ്രോ എ ഡയഗ്രം ഫോർ എ സീക്വൻസ് ഓഫ് 15 ഇൻസ്ട്രക്ഷൻസ് ആൻഡ് അസ്യൂം ദാറ്റ് ഇൻസ്ട്രക്ഷൻ 3 ഈസ് എ കണ്ടീഷണൽ ബ്രാഞ്ച്. അപ്പം നമ്മൾ ഈ എക്സാമ്പിളിനകത്ത് പറഞ്ഞ സെയിം ക്വസ്റ്റ്യൻ തന്നെയാണ്. പക്ഷേ ഇവിടെ മൊത്തം 15 ഇൻസ്ട്രക്ഷൻസ് ഉണ്ട്. അതിൽ ഇൻസ്ട്രക്ഷൻ 3 എന്ന് പറയുന്നത് കണ്ടീഷണൽ ബ്രാഞ്ച് ഇൻസ്ട്രക്ഷൻ ആണ്. ഓക്കെ, അപ്പോൾ അത് വെച്ചിട്ട് ആ ഡയഗ്രാം വരയ്ക്കാം. അതുപോലെ എ പൈപ്പ് ലൈൻഡ് പ്രോസസർ ഹാസ് എ ക്ലോക്ക് റേറ്റ് ഓഫ് 5 GHz ആൻഡ് എക്സിക്യൂട്ട് എ പ്രോഗ്രാം വിത്ത് 10 ഇൻസ്ട്രക്ഷൻസ്. ദ പൈപ്പ് ലൈൻ ഹാസ് 5 സ്റ്റേജസ്. അപ്പം നമുക്ക് n is equal to 10 തന്നിട്ടുണ്ട്, k is equal to 5 തന്നിട്ടുണ്ട്. അപ്പം നമുക്ക് എന്താ വേണ്ട? സ്പീഡ് അപ്പ് ഫാക്ടർ കണ്ടുപിടിക്കുക. അപ്പം സ്പീഡ് അപ്പ് ഫാക്ടർ എങ്ങനെ കണ്ടുപിടിക്കുക? n into k by k plus n minus 1. ഓക്കെ, അപ്പോൾ ആ ഇക്വേഷനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് അപ്പ് ഫാക്ടർ കിട്ടും. ഓക്കെ.